അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇവിടെ ഹാഫിദ് ഓതിയ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാഇൻ. അല്ലാഹു എല്ലാ ജീവികളെ പടച്ചതും വെള്ളത്തിൽ നിന്നാണ്. എല്ലാ ജീവികളെ പടച്ചതും വെള്ളത്തിൽ നിന്നാണ്. ഫമിൻഹും മൻ യംശി അലാ ബത്നി. ചില ജീവികൾ വയറിലൂടെയാണ് നടക്കുന്നത് എന്ന് പാമ്പുകളെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. ഫമിൻഹും മൻ യംശി അലാ ബത്നി. ചില ജീവികൾ വയറിലൂടെയാണ് നടക്കുന്നത്. വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ. ചില ജീവികൾ രണ്ട് കാലിലൂടെയാണ് നടക്കുന്നത്. മനുഷ്യര് പക്ഷികള് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് പറഞ്ഞത്. വമിൻഹും മൻ യംശി അലാ അർബഇൻ. ചില ജീവികൾ നാല് കാലിലൂടെയാണ് നടക്കുന്നത്. നാൽക്കാലികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്. യഖ്ലുഖുല്ലാഹു മാ യശാ. എന്തിനായത്? അല്ലാഹു തആല ഉദ്ദേശിച്ചത് അല്ലാഹു തആല പടക്കും എന്ന്. പ്രിയപ്പെട്ടവരെ, വലിയ ഈ ജന്തു ലോകത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു ആഴത്തിൽ അർത്ഥമുള്ള ആയത്തുകളാണ് അല്ലാഹു തആല ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഓരോ ജീവികൾക്കും അല്ലാഹു തആല ഓരോ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, നമ്മൾ തേനീച്ചക്ക് വഹി കൊടുത്തിരിക്കുകയാണ്, നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അനിത്തഖിദി ബിൽ ജിബാലി ബുയൂത്ത. മലമുകളിൽ വീടുണ്ടാക്കിയിട്ട് തേന് ശേഖരിക്കണമെന്ന് തേനീച്ചക്ക് നമ്മൾ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഈ തേനീച്ച എന്ന സംഭവം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ തേന് കിട്ടൂല. വേറെ ഒരു ജീവിയും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. അതുപോലെ പട്ടുനൂൽ പുഴു, അങ്ങനെ ഒരു പുഴു ഉണ്ടല്ലോ. ആ പുഴു ഇല്ലെങ്കിൽ മൾബറി ചെടിയുടെ ഇല തിന്ന് പട്ടുനൂൽ പുഴു, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പട്ട്, ആ ഒരു പുഴു ഇല്ലെങ്കിൽ നമുക്കാർക്കും പട്ട് കിട്ടൂല. ഓരോ ജീവിക്കും ഓരോ ദൗത്യമാണ് അല്ലാഹു തആല കൊടുത്തിരിക്കുന്നത്. മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങിയ സന്ദർഭം. ആ സമയത്ത് എല്ലാ ജീവികളും സ്വർഗത്തിൽ നിന്ന് ഒരാൾ ഇവിടെ ഭൂലോകത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അള്ളാന്റെ അടുത്തു നിന്നാണല്ലോ വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സന്ദർശിക്കാൻ പോയി. മനുഷ്യരൊന്നും വന്നിട്ടില്ല. ആകെയുള്ളത് ആദം നബിയാണ്, ഹവ്വാ ബീവിയാണ്. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞ മൃഗങ്ങളൊക്കെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാൻ പോയപ്പോ ഓരോരുത്തരും വന്ന് ആദം നബിയുടെ അടുത്ത് വന്ന്, അപ്പൊ അവർക്കൊക്കെ വേണ്ടി അവരുടേതായ ഗുണങ്ങൾ എടുത്തുകൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു കൊടുത്ത്. അക്കൂട്ടത്തിൽ ഒരു കൂട്ടം മാനുകൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്ന്, അങ്ങനെ വന്നപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് അവരുടെ പുറത്തൊന്നിങ്ങനെ തടവി കൊടുത്തു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോഴേക്ക് ഈ മാനുകളുടെ പുറത്ത് പരിമളം പരത്തുന്ന ഈ കസ്തൂരിയുടെ ഗ്രന്ഥികൾ രൂപപ്പെട്ടു, കസ്തൂരിയുടെ പാത്രങ്ങൾ രൂപപ്പെട്ടു. അങ്ങനെ ആ വന്ന മാനുകൾ നേരെ തിരിച്ചുപോയി. വരാത്ത മാനുകളുടെ അടുത്ത് ചെന്നപ്പോ ഈ പരിമളം അടിച്ചു വീശിയപ്പോ വരാത്തവര് വന്നവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്നാണ് ഈ ഒരു പ്രത്യേക പരിമളമുള്ള ഈ ഒരു ഗ്രന്ഥി രൂപപ്പെട്ടത്? അപ്പൊ അവര് പറഞ്ഞു, സുർന സഫിയല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനായ ആദം നബിയെ ഞങ്ങൾ സന്ദർശിക്കാൻ പോയി. ആദം നബി ഞങ്ങൾക്ക് ദ്വാരന്ന് തന്നു. ഇത് കേട്ടപ്പോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കുമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള മാൻപേടകളും കൂടി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സന്ദർശിക്കാൻ എത്തി. ആദം നബി അവർക്ക് ദ്വാരന്ന് കൊടുത്തു, അവരുടെ പുറത്ത് തടവി കൊടുത്തു. പക്ഷെ അവർക്ക് ആ കസ്തൂരിയുടെ മണവോ ഗ്രന്ഥിയോ രൂപപ്പെട്ടില്ല. അങ്ങനെ തിരിച്ച് അവര് പോയപ്പോ, നിങ്ങൾക്ക് എന്തേ ആദം നബി ചെയ്തു തന്നത്? ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെന്ന്. എന്നാ പിന്നെ ഞങ്ങൾക്കും ഇങ്ങനെ ചെയ്തു തന്നല്ലോ, ഞങ്ങൾക്ക് ഈ പരിമളം കിട്ടിയില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ സഫിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്ന നിലക്ക് കാണാൻ വേണ്ടി ഇഖ്ലാസോടെ പോയതാ.
നിങ്ങളോ? ഞങ്ങൾ ഇഖ്ലാസോടെ പോയപ്പോ ഞങ്ങൾക്ക് ദ്വാർന്ന് തന്നു, ഞങ്ങൾക്ക് അതിന്റെ ഫലവും കിട്ടി. ഞങ്ങൾക്ക് കിട്ടിയത് കണ്ടപ്പോ അതേപോലത്തത് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പോയത്. നിങ്ങളുടെ പ്രവർത്തനത്തിന് ഇഖ്ലാസ് ഇല്ല. അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാർന്നിട്ടും നിങ്ങൾക്ക് ഫലിക്കാത്തത് എന്ന് വന്നവര് മറ്റവരോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം. റബ്ബിന് വേണ്ടി ചെയ്യുകയാണ് എന്നുള്ള ആ ഒരൊറ്റ ഉദ്ദേശമല്ലാതെ വേറൊരു ഉദ്ദേശവും ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല നമുക്ക് ഇഖ്ലാസ് നൽകുമാറാകട്ടെ. നമ്മൾ പറഞ്ഞില്ലേ, ഓരോ ജീവിക്കും ഓരോ ഉത്തരവാദിത്വം അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുകയാണ്. മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ആത്മീയ ലോകത്തെ വലിയ ചക്രവർത്തിയാണ്, വലിയ സൂഫി വര്യരാണ് ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പുഴക്കരയിൽ ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്താണ് അപാര വലിപ്പമുള്ള ഒരു കരിന്തേള് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തേള്. ഈ തേള് വന്നപ്പോ, ഗുഹയിൽ നിന്ന് തേള് പുറത്തേക്ക് വന്നപ്പോ വെള്ളം കുടിക്കാൻ വന്നതായിരിക്കുമെന്നാണ് ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു വിചാരിച്ചത്. നോക്കുമ്പോ ആ തേള് അവിടെ വന്നപ്പോഴേക്ക് ഒരു വലിയ തവളയും അവിടെ പ്രത്യക്ഷപ്പെട്ട്. ഈ തവളയുടെ പുറത്ത് തേള് കയറി. തവളയുടെ പുറത്ത് തേള് കയറിയപ്പോ തവള നേരെ വെള്ളത്തിലേക്ക് പോയി. ഇതെന്തൊരു പ്രതിഭാസം! ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫത്തസർതു ബിമിസ്രി, ഞാൻ എൻ്റെ അരയെടുപ്പ് മാറ്റി, തോർത്തൊന്ന് മാറ്റി. ഇതെന്താണ്? അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും, എല്ലാവർക്കും കാണിച്ചു കൊടുക്കൂല. ഹാഫിദ് ഓതി, ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ, കാഴ്ചയുള്ളവർക്ക്, അകങ്കാഴ്ചയുള്ളവർക്കാണ് അള്ളാഹു പാഠം കൊടുക്കുക എന്ന് ഇപ്പൊ ഹാഫിദ് ഓതി ആയത്തിന്റെ ഭാഗത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പോവുകയാണ്. ഈ വെള്ളത്തിലൂടെ മൂപ്പരും നടത്തുന്നു. അപ്പുറത്ത് ഈ തേളിനെ പുറത്ത് വെച്ചിട്ട് തവളയും നീന്തുകയാണ്. അങ്ങനെ പോയി പുഴയുടെ അക്കരെ എത്തി. പുഴയുടെ അക്കരെ എത്തിയപ്പോ തവള അവിടെ നിന്നപ്പോ തവളയുടെ പുറത്തുനിന്ന് ഈ തേള് ഇറങ്ങി. തേള് അതിവേഗതയിൽ സഞ്ചരിക്കുകയാണ്. കുറച്ചപ്പുറത്തൊരു മരത്തിന്റെ ചോട്ടില് ഒരു ചങ്ങാതി കള്ള് കുടിച്ച് ഉറങ്ങുന്നുണ്ട്. ആ ഉറങ്ങുന്ന ആളെ അടുത്തേക്കാണ് ഇത് പോകുന്നത്. അവിടെ നോക്കുമ്പോ ആ മരത്തിന്റെ തൊട്ടപ്പുറത്ത് ഫഇദാ ഹുവ തിന്നീനുൻ അളീമുൻ, ഒരു വലിയ മൂർഖൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, മൂർഖൻ പാമ്പ്. ഈ തേള് നേരെ ചെന്ന് ആ പാമ്പിനെ കടിച്ചു, അതിനെ വിഷമേൽപ്പിച്ചിട്ട് പാമ്പിനെ കൊന്നുകളഞ്ഞു. തേളിന്റെ വിഷം പാമ്പിന്റെ വിഷത്തേക്കാൾ അപാരമാണ് എന്നാ പറയുന്നത്. അങ്ങനെ പാമ്പ് ചത്തു. ആ സമയത്ത് ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, ഇത് സംഭവം വേറെയാണ്. അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട കള്ള് കുടിച്ചവനാണെങ്കിലും ഈ അടിമയെ രക്ഷിക്കണം എന്നുള്ള ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പുറത്തിൽ നിന്ന് ഈ തേളും തവളയും ഈ ഉത്തരവാദിത്വം റബ്ബിന്റെ നിർദ്ദേശപ്രകാരം ഏറ്റെടുത്ത് എന്ന് മനസ്സിലാക്കിയ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ആ ഉറങ്ങുന്ന മനുഷ്യനെ വിളിച്ചൊണർത്തിയിട്ട് കാണിച്ചു കൊടുത്തു. എടാ, ഇത് നീ കണ്ടോ? ഇതെന്താണ് സംഭവം, നിനക്കറിയോ? സംഗതി വിശദീകരിച്ചു കൊടുത്തപ്പോ അയാൾ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞു. ചത്ത പാമ്പ് അവിടെയുണ്ട്, തേള് മടങ്ങിപ്പോകുന്നുണ്ട്, തവളയും മടങ്ങിപ്പോകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഉഷ്ഹിദുക അന്നി തുബ്തു മിൻ ഹാദിൽ ഫിഅലത്തിൽ ഖബീഹ, ഞാൻ നിങ്ങളെ സാക്ഷിയാക്കുകയാണ്, ഈ ഒരു വൃത്തികെട്ട പ്രവർത്തനത്തിൽ നിന്ന് ഞാനിതാ തൗബ ചെയ്ത് മടങ്ങുകയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞത് ഓരോ ജീവികൾക്കും അള്ളാഹു ഓരോ ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹ് പഠിപ്പിക്കുന്നത്. യഖ്ലുഖുല്ലാഹു മാ യശാ, അള്ളാഹ് ഉദ്ദേശിച്ചതിനെ ഒക്കെ അള്ളാഹു തആല ഇവിടെ പടക്കും. മഴ പെയ്തു കഴിഞ്ഞാൽ വ്യത്യസ്തമായ പ്രാണികളാണ് ഈ ലൈറ്റിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഓരോരുത്തർക്കും ഓരോ ദൗത്യങ്ങളുണ്ട്, നമുക്കത് അറിയൂല എന്ന് മാത്രം. അള്ളാഹു തആലയുടെ ഇഷ്ടക്കാരായ ഉലുൽ അബ്സാറുകൾക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കും, ഇന്ന ജീവിക്ക് ഇന്ന ദൗത്യമുണ്ട് എന്ന്. അള്ളാഹു തആല അവനെ പറ്റിയുള്ള ബോധം നമുക്ക് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.